ഇടുക്കി ചില്ലീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ചെങ്കുളം ഡാമിക്കടെ ഒരു അടിപൊളി ബോട്ടിങ്ങും അതോടൊപ്പം തന്നെ അവിടുത്തെ ഗാർഡനും ഡാമിൻ്റെ ആ ലൊക്കേഷനൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇടുക്കിയിൽ ഒരു പുഴയില്ലാത്ത ഡാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഡാം, നമ്മുടെ ചെങ്കുളം ഡാം ഇപ്പോൾ നിലവിൽ മരുഭൂമിയായിട്ട് കിടക്കുകയാണ്. അതിനുമുണ്ട് ഒരു മനോഹാരിത കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡാമിൻ്റെ ഏറ്റവും ചോട്ടിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ചെങ്കുളം ഡാമിൻ്റെ മരുഭൂമിയായി കിടക്കുന്ന ഫുള്ള് വെള്ളം പറ്റിച്ച ആ ഒരു കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ റിസോർട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇടുക്കിയിലെ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ ചെങ്കുളം ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ചെങ്കുളം ഡാമുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ ആനച്ചാൽ എന്ന് പറയുന്ന പട്ടണമാണ്. ആനച്ചാൽ മൂന്നാറിലേക്കൊക്കെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകൾക്ക് ഈ ചെങ്കുളം ഡാമിൽ ബോട്ടിങ്ങും അതുപോലെ സ്പീഡ് ബോട്ടിങ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഡാമിൻ്റെ മേളിലേക്കിടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഈ ഡാം 1957 ഈ ഡാം പണിതിരിക്കുന്നത്. നമ്മുടെ പള്ളിവാസൽ പവർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കുളം ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തോൾ പവർ ഹൗസ് ആണ്. ഇതിൻ്റെ വാട്ട്സ് ഏകദേശം 4 ജനറേറ്ററുകളിൽ നിന്ന് 12 മെഗാവാട്ട്സ് വീതമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമിക്കടെ നടന്നു വന്നിട്ട് ഈ ഡാമിൻ്റെ വെർട്ടിക്കൽ ഷട്ടർ, ആകെ ഒരു ഷട്ടർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഇതുണ്ടോ, ഇതിൻ്റെ താഴേക്കടെ ഇങ്ങനെ വെള്ളം താഴേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഷട്ടർ കുറേ വർഷങ്ങളായിട്ട് പണി മുടക്കിയിരിക്കുമായിരുന്നു. എന്നാൽ ആ ഷട്ടർ ഈ അടുത്ത നാൾ ഓപ്പൺ ചെയ്ത് വിട്ടിട്ട് ഇതിനകത്തെ ചെളിയും വെള്ളവും എല്ലാം കൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകി കളഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ട് അമ്പഴച്ചാൽ അങ്ങനെ നമ്മുടെ കല്ലാർകുട്ടി ഡാമിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നത് കേട്ടോ. നമ്മുടെ ചെങ്കുളം ഡാമിന് ഷട്ടറുകളില്ല. ഷട്ടറില്ലാത്തൊരു ഡാമാണ് ചെങ്കുളം ഡാം. അതിന് ഏറ്റവും അടിയിൽ ഈ ഡാമിനുള്ളിലെ വെള്ളവും ചെളിയും വെള്ളമൊക്കെ ഒഴുകി കളയുവാൻ വേണ്ടി ആകെ മൊത്തം ഒരു ഷട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആ ഷട്ടറൊക്കെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്സാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇത് നിലവിൽ കുറേ വർഷങ്ങളായിട്ട് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും നമ്മുടെ വെള്ളത്തൂവൽ പവർ ഹൗസിലേക്ക് പോകുന്ന ചെങ്കുളം ഡാമിൽ നിന്ന് ഇറങ്ങി പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ്, അതും ഒരു ഡാമേജാണ്. കുറേ നാൾ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ പന്നിയാർകുട്ടി പെൻസ്റ്റോക്കിൻ്റെ ഒരു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴൊക്കെ പലപ്പോഴും വാർത്ത പറഞ്ഞാണ്. അപ്പം നിലവിൽ ആ പെൻസ്റ്റോക്കിൻ്റെ ഒരു മാറി സ്ഥാപിക്കുവാനോ ഒക്കെ ആയിട്ടാണ് ഈ ഡാം ഇപ്പോൾ നിലവിൽ തുറന്നു വിട്ടേക്കണേ. 144 മീറ്ററാണ് ചെങ്കുളം ഡാമിൻ്റെ നീളം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 27 മീറ്റർ ഹൈറ്റുമാണ് ചെങ്കുളം ഡാമിനുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ഡാമിൻ്റെ വെള്ളമൊക്കെ കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് നമ്മൾ റോട്ടിൽ നിന്ന് ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. എൻ്റെ പുറകെ കണ്ടോ, വെറും മരുഭൂമിയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഫുള്ള് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ട് ചെളിയും മണലും ഒക്കെ ആയിട്ട്, മണലായിരിക്കും ഇത്, ചെളിയും മണലും കൂടെ കൂടിയൊരു മിശ്രിതമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ തെരഞ്ഞെടുക്കും. അതിൻ്റെ അകത്തോടെ പണ്ടത്തെ കാലത്ത് ഈ വെള്ളം നിറയുന്നതിന് മുമ്പ് വെട്ടിക്കളഞ്ഞ മരത്തിൻ്റെ അവശിഷ്ടങ്ങളും ആ മരത്തിൻ്റെ കുറ്റിയൊക്കെ നിൽക്കുന്ന കാണാനുണ്ടോ, ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ഡാമിൻ്റെ പ്രദേശത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇതൊരു മസൂരി ഗ്രാവിറ്റി നിലവിൽ പണിതിരിക്കുന്ന ഒരു ഡാമാണ് നമ്മുടെ ചെങ്കുളം ഡാം കേട്ടോ. 1957. 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡാം ഇതുപോലെ ഒരിക്കൽ കൂടി പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 30 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ഡാം ഇപ്പോൾ നിലവിൽ പറ്റിക്കിടക്കുന്നത്. അന്നും ഈ ഡാമിൻ്റേതായ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതിലെ വെള്ളം ഫുള്ള് തുറന്നു വിട്ടത്. ഏകദേശം ഒരു 93-92 കാലഘട്ടത്തിലായിരുന്നു അത് കേട്ടോ. നമ്മൾ ഈ ഡാമിൻ്റെ ചോട് പിടിച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അതെന്താണെങ്കിലും ഇവിടെ JCB ഒക്കെ ഇറങ്ങിപ്പോയിട്ട് ഡാമിൻ്റെ അവിടുത്തെ ചെളിയൊക്കെ അങ്ങനെ മാറ്റിയിരിക്കുന്ന ഒരു പാടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ ഡാം എത്രമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും.
നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്ന വഴിയൊക്കെ ശരിക്കും സ്ലിപ്പിംഗ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാഴ്ചകളാണ് ഈ ഡാമിൻ്റെ ഏറ്റവും ചോട്. സാധാരണ ഡാമൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചോട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചെങ്കുളം ഡാമിൻ്റെ 1957 പണിത ഈ ചെങ്കുളം ഡാമിൻ്റെ ഏറ്റവും ചോടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതുണ്ടോ വെർട്ടിക്കൽ ഷട്ടർ ഇങ്ങനെ തുറന്നു വിട്ടേക്കുവാണ്. വെർട്ടിക്കൽ ഷട്ടർ ഉണ്ടോ, വെർട്ടിക്കൽ ഷട്ടർ അങ്ങനെ തുറന്നിട്ട് വെള്ളം ഒഴുകി വരുന്ന ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഷട്ടറിൻ്റെ ഒരു റെയിൽ പോകുന്ന ഷട്ടർ ക്ലോസ് ചെയ്യാനുള്ള ഒരു റെയിലാണ്. അതിൻ്റെ വടമൊക്കെ അതുകൊണ്ടോ പൊട്ടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കി നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇത് ഇത്രയും ദൂരം നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇതുകൊണ്ടോ ഫുള്ള് ചെളിവെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഫുള്ള് ചെളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കിടക്കണത് മുഴുവൻ ചെളിയും മണലുമാണ്. ഇതൊക്കെ വാരി ടിപ്പറിനൊക്കെ കയറ്റിയിട്ട് അത് വിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സർക്കാരിലേക്ക് ഒരു കോടിക്കണക്കിന് രൂപ കിട്ടുന്ന മുതലാണ് ഈ കിടക്കുന്നത് കേട്ടോ. നോക്കിയേ ഫുൾ ഏരിയ ഇങ്ങനെ പറ്റിച്ചെടുക്കുകയാണ്. അന്ന് ഡാമിൻ്റെ ഉള്ളിലേക്ക് ഒടിഞ്ഞു വീണ മരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കരയിൽ ധാരാളം മദ്യക്കുപ്പികളും വേസ്റ്റുകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ ഈ റിസോർട്ടിൻ്റെ കര പിടിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ ചോട്ടിക്കട ഇങ്ങനെ കുറച്ച് നേരം നടന്നു പോവുകയാണ് കേട്ടോ. പണ്ട് മീനുകളൊക്കെ ഓടി നടന്ന ഒരു സ്ഥലത്തോടെയാണ് ഞാനിപ്പോൾ ഇറങ്ങി നടക്കുന്നത്. ധാരാളം മീനുകളുള്ള ഒരു സ്ഥലമാണ് ചെങ്കുളം ഡാം. അപ്പോൾ ഇവിടെ വന്ന് ബോട്ടിങ്ങൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്കറിയാം ഇതിലൂടെ എത്രമാത്രം ഹൈറ്റിലാണ് വെള്ളം ഇപ്പോൾ കിടക്കണമെന്ന്. സത്യത്തിൽ ഈ ഡാമിൻ്റെ ചോട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് ഈ ഡാമിന് ഇത്രമാത്രം വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ഡാമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഡാമിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടോ ഫുള്ള് വെള്ളം ഇറങ്ങിപ്പോയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഡാം ശരിക്കും 5.5 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഡാമിൻ്റെ ജലാശയത്തിൻ്റെ വിസ്തൃതി. അത്രമാത്രമേ ഉള്ളൂ. ഈ ഡാം എന്ന് പറയുന്നത് ശരിക്കും പുഴയില്ലാത്ത ഒരു ഡാമാണ് കേട്ടോ. നമ്മുടെ മൂന്നാർ ഹെഡ് വർക്ക് ഡാമിൽ നിന്നും അതുപോലെ പള്ളിവാസൽ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നൊക്കെ തുറന്നു വരുന്ന വെള്ളം പള്ളിവാസൽ പവർ പ്രോജക്റ്റിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ആ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം തുറന്നു വരുന്ന വെള്ളം പള്ളിവാസൽ പവർ ഹൗസിൻ്റെ അവിടുന്ന് പമ്പ് ചെയ്താണ് ഈ ഡാം നിറയ്ക്കുന്നത് കേട്ടോ. അതാണ് ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഡാമിൻ്റെ ഈ കരയ്ക്ക് നമ്മുടെ ഡാമിൻ്റെ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ കരയ്ക്കര ഇങ്ങനെ നടന്നിട്ട് അപ്പുറ സൈഡൊക്കെ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. പക്ഷേ കിലോമീറ്റർ നീളത്തിൽ നടക്കേണ്ടി വരും. കാരണം ഈ ഡാം 5.5 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ഡാം കിടക്കണത്. ചെങ്കുളം ഡാമിക്കടെ ബോട്ട് സർവീസ് നടത്തുന്ന ഒരു ചെറിയ ഗാർഡനും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അപ്പുറയാണ് ഇതിൻ്റെ ഇൻടേക്ക് ഷട്ടർ കിടക്കുന്നത്. അവിടെ നമുക്കൊന്ന് പോകണമെന്നുണ്ട്. വേറൊന്നുമല്ല, അവിടെ ഇപ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ മാറുന്ന ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളവിടെ കയറ്റി വിടുമെന്ന് നമുക്കറിയത്തില്ല. ഏതാണെങ്കിലും അവിടെ നമുക്ക് പോകണം. ഏതാണെങ്കിലും ഇതൊരു വെറൈറ്റി കാഴ്ച കേട്ടോ. ഇറങ്ങിപ്പോയിരിക്കുന്ന ഈ ഡാമിൽ ഈ ചെളിക്കുമുണ്ട് ഒരു പ്രത്യേക ഭംഗിയില്ലേ. നിങ്ങൾ നോക്കിയേ, വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ട് സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുന്ന കാഴ്ച അല്ലേ. ഇവിടെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലൊക്കെ ഇങ്ങനെ പയ്യെ താന്നു പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇത് വെള്ളം ഇറങ്ങിപ്പോയിട്ട് ശരിക്കും വിണ്ട് കീറി ഇരുന്നിട്ട് നമ്മൾ ചവിട്ടുന്നോടെ താന്നു പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഡാം ഒരു കോൺക്രീറ്റ് ഡാമല്ല, ഇത് ശരിക്കും കല്ലും കൊണ്ട് തന്നെ നമ്മുടെ ആനയിറങ്ങലൊക്കെ കെട്ടിയ പോലെ തന്നെ കല്ലും കൊണ്ടൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന മസൂരി ഗ്രാവിറ്റി ഡാമാണ്. ഇതുകൊണ്ടോ ഇതിൻ്റെ പ്രതലം നിങ്ങൾ കണ്ടോ, ഫുള്ള് കല്ലും കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഓരോക്കെ ഇങ്ങനെ അടച്ച് അടിപൊളിയാക്കി വിട്ടിട്ടുണ്ട്. എന്നാലും പണിയൊക്കെ അടിപൊളിയാണ്. ഇവിടെ വെള്ളം ഇറങ്ങിയോടത്ത് നല്ല കല്ലൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മസൂരി ഗ്രാവിറ്റി ഡാമാണ് നമ്മുടെ ചെങ്കുളം ഡാം. അപ്പോൾ ചെങ്കുളം ഡാമിൻ്റെ ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന ആ ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ വെള്ളം പറ്റി കഴിയുമ്പോൾ എന്താണ് കാഴ്ച, അങ്ങോട്ടാണ് നമ്മുടെ ഇനിയുള്ള യാത്ര കേട്ടോ.
നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി വെള്ളത്തൂലിലേക്ക് പോകുന്ന വഴിയാണ്. വെള്ളത്തൂല് കൂടി നിങ്ങൾക്ക് കല്ലാറുകുട്ടിയൊക്കെ പോകാൻ പറ്റുന്നൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ സഞ്ചരിച്ച ഈ അടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെയാണ് നമ്മുടെ ബോട്ടിംഗ് യാർഡ്. അപ്പോൾ നമ്മൾ ചെങ്കുളം ഡാമിൽ ബോട്ടിംഗ് നടത്തുന്ന ആ ഒരു മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു നല്ല അടിപൊളി ഗാർഡന് പാർക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ സ്പായ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഓഫ് റോഡ് ജീപ്പും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഡാം നിലവിൽ പറ്റിക്കിടക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ഈ വീഡിയോ എടുത്ത ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും കാണാത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഫ്ലോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ഉണ്ടോ, നമ്മൾ ആദ്യം നിന്നതുണ്ടോ അങ്ങേറ്റത്ത് നിൽക്കുന്ന ആ ഡാമിൻ്റെ അവിടെയാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ വേറൊരു വൈബാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനും ഒരു സൗന്ദര്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞത്. നമ്മളിതേ ബോട്ടിങ്ങിൻ്റെ ആ ഒരു മേഖലയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടോ ഫുള്ള് മരങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു മേഖല നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലേക്ക് ഫുൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഡാമിൻ്റെ ഇൻടേക്ക് ഷട്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ പെൻസ്റ്റോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും സ്പീഡ് ബോട്ടിലും മറ്റേ ബോട്ടിങ്ങിലൊക്കെ കയറാനുള്ള റാമ്പ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ ബോട്ടിങ്ങൊക്കെ ഈ പരിസരത്ത് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചെങ്കുളം ഡാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ പെൻസ്റ്റോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അത് മാറുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന രീതിയിൽ നമുക്ക് പോയി നോക്കാത്താണെങ്കിലും അവിടുന്ന് നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു കാഴ്ചകൾ കൂടി കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ പുഴയില്ലാത്ത ഡാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 1957 നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന നമ്മുടെ ചെങ്കുളം ഡാം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെ പറ്റിച്ചതില്ല. എന്താണെങ്കിലും ജസ്റ്റ് 1-2 മാസത്തിനുള്ളിൽ ഇവിടെ ബോട്ടിങ്ങും അതുപോലെ പെഡൽ ബോട്ട് സംവിധാനങ്ങളും സ്പീഡ് ബോട്ടും എല്ലാം ഇവിടെ തിരിച്ചു വരും കേട്ടോ. നമ്മളങ്ങനെ ചെങ്കുളം ഡാമിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ വന്നു. അതായത് ഇൻടേക്ക് ഷട്ടർ നിൽക്കുന്ന ആ ഒരു മേഖലയിലേക്ക് വന്നു. പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം, വെള്ളം ഒഴുകി താഴോട്ട് ഇങ്ങനെ പോകുന്ന ഒരു രംഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മൊത്തം ഇങ്ങനെ പറ്റിക്കിടക്കുകയാണ്. മണലും അതുപോലെ ചെളിയും മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മൾ ഇൻടേക്കിലേക്ക് ഒന്ന് ഇറങ്ങിയാണ്. ആ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാനുള്ള പെർമിഷനൊന്നുമില്ല, എങ്കിലും പോണ വഴിക്ക് ആ കാഴ്ചകൾ കാണിക്കാം കേട്ടോ. പഴയ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന മേഖലയിലൊക്കെ ധാരാളം വെള്ളമായിരുന്നു. വെള്ളം മാത്രമല്ല, ഇവിടുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ തുരങ്കത്തിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു സൗണ്ട്, അതൊരു ഭീകര സൗണ്ടായിരുന്നു കേട്ടോ. അന്ന് ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഇതാണ് തുരങ്കത്തിൻ്റെ മുഖഭാഗം. നിലവിൽ അവിടെ ഷട്ടർ ഇട്ടിട്ട് ഗ്യാപ്പ് അടച്ചു വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് വെള്ളം ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കണേ. കൂടുതൽ വെള്ളം ഒഴുകി വരാതിരിക്കുവാൻ വേണ്ടി ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ ചാക്ക് വെച്ച് അടച്ചിട്ടൊക്കെ ഉണ്ട്. ഇതേ നോക്കി, ഇവിടുന്ന് നമ്മൾ അങ്ങേയറ്റം വരെ നോക്കുമ്പോൾ ഡാം ഉണ്ടായിരുന്ന ആ വഴി മൊത്തം ഇങ്ങനെ മണലായിട്ടും ചെളിയായിട്ടും കിടക്കുകയാണ്. നമുക്ക് എന്താണെങ്കിലും മുകളിൽ കയറിയിട്ട് ടോപ്പിക്കടെ കുറച്ച് നമുക്ക് പോകാം കേട്ടോ. ശരിക്കും കാടാണിത്. ശരിക്കും ചെങ്കുളം ഡാമിൻ്റെ പരിസരത്തോടെയൊക്കെ പോയിരിക്കുന്ന ആളുകൾക്കറിയാം, ഈ പരിസരം ശരിക്കും ഈറ്റക്കാടാണ്. അവിടുന്ന് ഒരു കനാൽ ഇങ്ങനെ നിർമ്മിച്ചിട്ടാണ് നമ്മളിതേ കാണുന്ന ഇൻടേക്ക് ഷട്ടറിലേക്ക് വെള്ളം കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ പുതിയ നിർമ്മാണമാണ്. നമ്മുടെ പഴയ പെൻസ്റ്റോക്ക് പൈപ്പ് ചെങ്കുളം ഡാമിൻ്റെ മാറാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയത് കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയതുകൊണ്ട് തന്നെ പുതിയ പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ടാക്കി അത് റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. അപ്പം പുറമേ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വരികയല്ല ചെയ്യുന്നത്, ഇവിടെ തന്നെ നമ്മുടെ ഈ ചെങ്കുളം ഡാമിൻ്റെ പരിസരത്ത് തന്നെയാണ് KC ബോർഡ് ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതുപോലുള്ള ഷീറ്റുകളാണ് പെൻസ്റ്റോക്ക് പൈപ്പായിട്ട് മാറുന്നത്. ഇതിങ്ങനെ വന്നിട്ട് ഇതുകൊണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇതാണ് ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തുകൊണ്ട് ഇത് റൗണ്ടാക്കി തീർക്കുകയാണ്, റൗണ്ടാക്കുവാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കുറേ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് വെടിയിലിറക്കി വെൽഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു പെൻസ്റ്റോക്ക് പൈപ്പായിട്ട് തീരുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷനൊന്നുമില്ല, കാരണം അങ്ങോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറുമാണ്. പിന്നെ കറണ്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. എത്രമാത്രം വലുപ്പമുള്ള പെൻസ്റ്റോക്ക് പൈപ്പല്ലേ, ഏകദേശം 3 ഡയാമീറ്റർ 2.725 അങ്ങനെ കണ്ട് എന്നോട് സാറ് പറഞ്ഞായിരുന്നു. അത്രയും ഡയാമീറ്റർ വലുപ്പമുള്ള പെൻസ്റ്റോക്ക് പൈപ്പാണ് ഇത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പന്നിയാർകുട്ടി പവർ സ്റ്റേഷൻ്റെ ആ പെൻസ്റ്റോക്കും പൊട്ടിയ ആ മേഖലയൊക്കെ നമ്മൾ ചെയ്തായിരുന്നല്ലോ, പന്നിയാറ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനൊരു പവർ ഹൗസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ചെങ്കുളം പവർ ഹൗസ്, അതായത് വെള്ളത്തൂവൽ പവർ ഹൗസ് സ്റ്റേഷൻ. അപ്പോൾ അങ്ങോട്ടുള്ള ആ പൈപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപൂർവമായിട്ട് നമുക്ക് വീട് കിട്ടിയ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. 1957 നിർമ്മാണം ആരംഭിച്ച അല്ലെങ്കിൽ പൂർത്തീകരിച്ച ഒരു ഡാം, ചെങ്കുളം ഡാം. ഡാമിൻ്റെ ഏറ്റവും അടിയും അതോടൊപ്പം തന്നെ വെള്ളം പറ്റിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മളിത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെൻസ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാനുള്ള പുതിയ പെൻസ്റ്റോക്കിൻ്റെ ഒരു നിർമ്മാണം, നമുക്ക് അതിൻ്റെ ഫാക്ടറിക്ക് ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല, എങ്കിലും പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ വിഷ്വൽസൊക്കെ എടുത്തത്. അങ്ങനെ അത് ഒരു ഹൈഡ്രോളിക് ഇത് വെച്ചിട്ട് റൗണ്ട് അടിച്ച് എക്സ്റേ വെൽഡിങ് പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് പിന്നെ അത് റേഡിയോഗ്രാഫി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ സുരക്ഷിതമായിട്ടാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓളാക്കി വെക്കുകയും ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.